ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പാസ്തയുടെ റെസിപ്പിയാണ്. പാസ്ത വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഗോതമ്പ് പൊടി മാത്രം മതി, ബാക്കി ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം നമുക്കില്ല. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പാസ്ത ഏത് സമയത്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ ഒരു ബൗളിൽ ഞാൻ ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അളന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കുന്ന അതേ പാകത്തിനാക്കിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി വെള്ളം കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ലാത്ത കാരണം തന്നെ വെള്ളം കൂടിപ്പോവുക അങ്ങനത്തെ പേടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പൊടി ഇട്ടിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുക. ഇതിലേക്ക് നമുക്ക് വേറെ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. അതുപോലെ നിങ്ങൾക്ക് ഗോതമ്പിൽ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ മൈദയിലും ഇതേ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. ഓയിൽ ഒഴിക്കുന്നതിൻ്റെ കാരണം ഇത് ഒട്ടി പിടിക്കാതിരിക്കാനും സോഫ്റ്റ് ആകാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കുറച്ച് ഓയിൽ എടുത്തിട്ട് നമ്മളിത് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുള്ളത്. മാവ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് പരത്താൻ ആവശ്യമായിട്ട് ചെറിയ ബോളുകളാക്കാം. ഞാനിപ്പോൾ 2 ഉരുളകളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി സാധാരണ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ പ്രസ്സിലിട്ടിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുത്താലും മതി. അപ്പോൾ അതൊക്കെ നമ്മളുടെ സൗകര്യം പോലെ എങ്ങനെയാണ് എളുപ്പമെന്ന് വിചാരിച്ചാൽ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ വളരെ കനം കുറച്ചിട്ടാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. ഒരുപാട് കനത്തോടു കൂടി പരത്തിയെടുക്കരുത്. അപ്പോൾ നമ്മുടെ പാസ്ത നല്ല കട്ടിയായി പോവും. അപ്പോൾ കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, ഒരുപാട് കനം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും മതി നമുക്ക്. നമ്മൾ ഫുള്ളായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഉരുള മാത്രമേ പരത്തിയിട്ടുള്ളൂ കേട്ടോ, നമുക്ക് ഒരു ഉരുള ബാക്കിയുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അതും കൂടെ പരത്തിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ഭാഗത്തും കുറച്ച് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന സമയത്താണെങ്കിലും കുറച്ച് പൊടി ഇട്ടിട്ട് ചെയ്തെടുത്താൽ മതി, ഇല്ലെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കും. ഇനി നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ ഒരു നീളത്തിൽ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കട്ടർ വെച്ചിട്ടായാലും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ഷേപ്പിലാക്കിയിട്ടിത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പലർക്കും പല ക്രിയേറ്റിവിറ്റി ആണല്ലോ, അതുകൊണ്ട് പല രീതിയിൽ ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ അതുപോലെ നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ആദ്യം നമ്മൾ റിബൺ ഷേപ്പിലാണ് ചെയ്യുന്നത്, ബോ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ. അപ്പോൾ അതാണ് കുറച്ചും കൂടെ ഈസി. ഇനി നമ്മൾ വീട്ടിൽ എപ്പോഴും ചെയ്യണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് ചെയ്യാം. പ്രത്യേകിച്ച് ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ വെറുതെ നീളത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ബോയിൽ ചെയ്തെടുത്താൽ മതി. ഇനി കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു പ്രാവശ്യം ഒരു ഷേപ്പാണെങ്കിൽ നമുക്ക് ഷേപ്പിൽ ഇങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ അവർക്കും തന്നെ കുറച്ച് പുതുമയൊക്കെ തോന്നും. പാസ്ത സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ, നമുക്ക് വളരെ പെട്ടെന്ന് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഇതുപോലെ അതിൻ്റെ സെൻറ്റർ പിടിച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള ഈ ഒരു ഷേപ്പ് കിട്ടും. ഇനി ഇതിനേക്കാളും ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് സ്ക്വയർ പീസസ് ആക്കിയിട്ട് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്ന രീതിക്കനുസരിച്ചിട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കൊരു ഷേപ്പ് ആക്കിയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഒരുപാട് ഷേപ്പിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അറിയുന്ന ഏത് രീതിയിലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എല്ലാം കുറേശ്ശെ ഓരോ ഷേപ്പാക്കിയിട്ടൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് പരത്തിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഇതിനേക്കാളും തിന്നാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ സ്ട്രൈപ്സുകളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. ഇനി നമുക്കിതുപോലെ ചെറിയ എന്തെങ്കിലും അടപ്പ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഫോർക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതൊരു പ്രത്യേക ഒരു ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഭാവനയ്ക്കനുസരിച്ച് നമുക്കിതിലൊരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും കേട്ടോ. ഇനി ഇതുപോലെ തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് 2 വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടഞ്ഞെടുത്താൽ മതി. നമ്മൾ മുടിയൊക്കെ മടയുന്ന അതേ ഒരു രീതിയിൽ തന്നെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ചുരുട്ടിയെടുക്കുക, പല ഷേപ്പിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 2-3-4 ആളൊക്കെ
കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പല ഷേപ്പിൽ വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയത്ത് കഴിക്കാനാണെങ്കിലും നല്ല ഹെൽത്തിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ പ്രത്യേകിച്ച് വേറൊരു ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് ആവശ്യമില്ല. ഗോതമ്പ് പൊടിയൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാകുന്ന സാധനം തന്നെയാണ്. ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേ ഒരു തന്നെയാണ് നമുക്കിതിന് വേണ്ടി വരുന്നുള്ളൂ. അപ്പം ഞാൻ കുറച്ച് ഷേപ്സൊക്കെ ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ ഞാൻ ഇത്രയും ഷേപ്സ് ഒന്ന് സ്പീഡായിട്ടൊന്ന് കാണിക്കുകയാണ്. ഇനി നമുക്ക് സാധാ മക്രോണിയുടെ ഒരു ഷേപ്പിലേക്ക് ഒന്ന് ഇതുപോലെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ സാധാരണ വെറുതെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാറാണ്. അതാണ് കുറച്ചും കൂടി ഈസി എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഷേപ്സ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. കുറച്ച് കൂടുതലായിട്ടൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിൽ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ ഓൾറെഡി മാവിലിട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ബോയിൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മളിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. വെള്ളം തിളക്കാതെ ഒരിക്കലും നിങ്ങൾ ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അതാകെ ഒട്ടിപ്പിടിക്കും. നല്ല തിളച്ച വെള്ളത്തിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് താഴെയാവും കിടക്കുക. ഇത് വെന്ത് വരുന്ന സമയത്ത് മുകൾ ഭാഗത്തേക്ക് പൊങ്ങി വരും. ആ ഒരു സമയമാണിത് കറക്റ്റ് കുക്കായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. എല്ലാതും പൊങ്ങി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിത് കോരി മാറ്റാം. വെറും 2-3 മിനിറ്റ് കൊണ്ട് നമുക്കിത് നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ബോയിൽ ചെയ്തെടുക്കാൻ പറ്റും. അത്രേ ഇതിന് ആ വേവുള്ളൂ. ഒരുപാട് സമയത്ത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ ഊറ്റിയെടുത്തത് സാധാരണ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആ ഒരു പശ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് ഒന്ന് ഊറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ബാക്കിയുള്ളതും നമുക്ക് അതേ വെള്ളത്തിൽ തന്നെയാണ് ഞാൻ ബോയിൽ ചെയ്തെടുക്കുന്നത്. സാധാരണ നമ്മൾ പാസ്ത പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഇതിലേറെ വേവിക്കേണ്ട സമയം വരുന്നുണ്ട്. അത് ഡ്രൈ ആയതുകൊണ്ടാണ്. ഇത് നമ്മൾ പരത്തി ആ ഒരു ടൈമിൽ തന്നെ വേവിച്ചെടുക്കുന്നതുകൊണ്ട് അത്രയും കുക്കിംഗ് ടൈമൊന്നും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ളതും നമുക്കിതുപോലെ പൊങ്ങി വരുന്ന സമയത്ത് കോരി മാറ്റുക. ഒരുപാട് സമയത്ത് വേവിക്കരുത്. നിങ്ങൾ പൊങ്ങി വരുന്ന സമയത്ത് തന്നെ കോരി മാറ്റുക. ഇനി സാധാ വെള്ളത്തിലേക്കാണ് നിങ്ങൾ ഇട്ട് വെക്കേണ്ടത് കേട്ടോ. അതിന് ശേഷം നിങ്ങളൊരു അരിപ്പയിലിട്ടിട്ട് ഊറ്റിയെടുത്താൽ മതി. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ മസാല ഇട്ടിട്ടുള്ള പാസ്തയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കുക. അത് എൻ്റെ റെസിപ്പി കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലും ചെയ്യാം. ഇനി ക്രീമി പാസ്തയാണ് വേണ്ടത്, കുട്ടികൾക്കൊക്കെ വേണ്ടതെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാൻ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.